ആ വേദന ഈശ്വരൻ കണ്ടിട്ടുണ്ടെന്ന് അവരിപ്പോൾ വിശ്വസിക്കുന്നത്. തനിക്കും തൻ്റെ മകനും ഇനിയുള്ള കാലം സന്തോഷിക്കാൻ ദൈവം കൊണ്ട് തന്നതാണ് അവള്. അവരത് ഈ ഒരു ദിവസം കൊണ്ട് തന്നെ പലപ്പോഴായി അവളോട് പറയുകയും ചെയ്തു. അച്ചമ്മയുടെ പ്രവർത്തികളിലൊക്കെ ഒരു ധൃതി ഉള്ളതുപോലെ, അവൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടും മതിയാകാത്തതുപോലെ, സ്നേഹിച്ചു കൊതി തീരാത്തതുപോലെ. മീരക്കത് മനസ്സിലാകുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ആരെങ്കിലുമൊക്കെ തനിക്ക് ഇത്രയധികം പ്രാധാന്യം തരുന്നത്. ആ ചിന്തയിൽ അവളുടെ മനസ്സ് ഒത്തിരി ആഹ്ലാദിച്ചു പോയി. അച്ചമ്മയെ വളരെ സൂക്ഷിച്ചാണ് അവൾ സ്റ്റെയറിലേക്ക് താഴേക്ക് പിടിച്ചുകൊണ്ടു പോയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, മനസ്സിന്റെ ഭാര ഈ ശരീരത്തെ ബാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. തന്നെ അതീവ ശ്രദ്ധയോടെ സ്റ്റെയർ ഇറങ്ങാൻ സഹായിക്കുന്ന മീരയോട് മീനാക്ഷിയമ്മ പറഞ്ഞു. അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. മീനാക്ഷിയമ്മ അവളുടെ കൈയും പിടിച്ച് കിച്ചണിലേക്ക് നടന്നു. കിച്ചൺ മാത്രം അവൾ കണ്ടിരുന്നില്ല. കിച്ചണിൽ ചെല്ലുമ്പോൾ വരലക്ഷ്മി ഉണ്ട് അവിടെ. അവളവിടെ കണ്ട വരലക്ഷ്മി സ്നേഹത്തോടെ ചിരിച്ചു. അത് കണ്ടെങ്കിലും തിരിച്ച് ചിരിക്കണോ വേണ്ടിയോ എന്ന സന്ദേഹത്തിൽ അവൾ അവർ ഉറ്റുനോക്കി. മോൾ ഇവിടെ ഇരിക്ക്, അച്ചമ്മ കഴിക്കാൻ എന്തെങ്കിലും ആക്കാം. അല്ല, മോൾക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം? മീനാക്ഷിയമ്മ കിച്ചണിലിട്ടിരുന്ന ചെറിയ ഡൈനിങ് ടേബിൾ ചൂണ്ടിക്കൊണ്ട് അവളോട് ഉത്സാഹത്തോടെ പറഞ്ഞു. മീര അവരെ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. മോളുടെ അച്ഛനെ ഇലയുടെ വലിയ ഇഷ്ടാ, എപ്പോ കൊടുത്താലും അവനത് കഴിച്ചോളും. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇച്ചിരി മധുരാവാല്ലേ? മോൾക്ക് എങ്ങനെയാ ഇലയുടെ ഇഷ്ടാണോ? മീനാക്ഷിയമ്മ ചോദിക്കുന്നത് കേട്ട് അവൾ പുഞ്ചിരിയോടെ തലകുലുക്കി. അച്ചമ്മ ഇങ്ങോട്ടിരിക്ക്, ഇലയുടെ ഞാനുണ്ടാക്കിക്കോളാം. അവൾ പറഞ്ഞെങ്കിലും അച്ചമ്മ അതിന് സമ്മതിച്ചില്ല. അച്ചമ്മയോടുള്ള അവൾക്കുള്ള സ്നേഹം കണ്ട് കണ്ണെടുക്കാതെ നിൽപ്പുണ്ട് വരലക്ഷ്മി. അനിതേ, ആ തേങ്ങ പൊടിച്ചിങ്ങ് എടുത്തേ, അവിടെ സഹായത്തിന് നിൽക്കുന്ന സ്ത്രീയോടായി അവർ പറഞ്ഞു. അടുക്കള വശത്ത് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന അനിത അച്ചമ്മയുടെ വിളി കേട്ട് ഫോൺ കോൾ അവസാനിപ്പിച്ച് അകത്തേക്ക് വന്ന് ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് അവിടെ അരികിലേക്ക് നടന്നു. ഇങ്ങ് തന്നേക്കമ്മേ, ഞാൻ ചിരക്കി തരാം. വരലക്ഷ്മി ആ തേങ്ങ വാങ്ങാൻ മുന്നോട്ട് വന്നതും മീനാക്ഷിയമ്മ അനിതയുടെ കയ്യിൽ നിന്നും തേങ്ങ വാങ്ങിക്കഴിഞ്ഞിരുന്നു. വേണ്ട ലച്ചു, ഞാൻ ചെയ്തോളാം, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, അവര് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. മകനും പേരക്കുട്ടിക്കും തൻ്റെ സ്നേഹം ചേർത്ത് ഇലയുടെ സ്വന്തം കൈകൾ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹമാണ് അതെന്ന് വരലക്ഷ്മിക്ക് മനസ്സിലായി. അതോടെ വരലക്ഷ്മി മിണ്ടാതെ മീനാക്ഷിയമ്മയുടെ പ്രവൃത്തികൾ നോക്കിക്കണ്ടു. പതിയെ ലച്ചുവിൻ്റെ നോട്ടം മീരയിലെത്തി നിന്നു. മീര സ്ലേബിന് മുകളിൽ ഇരിപ്പർ വെച്ചിട്ടുണ്ട്. അവളും അച്ഛമ്മയെ വിടാതെ ഒറ്റ നോക്കുകയാണ്. മീരമോളി ഇപ്പോൾ ഓഫീസിൽ പോകുന്നില്ലേ? അവളോട് മിണ്ടാനൊരു കാരണം കണ്ടെത്തിക്കൊണ്ട് വരലക്ഷ്മി ചോദിച്ചു. മീര പെടുന്നതിന് അച്ഛമ്മയിൽ നിന്ന് നോട്ടം മാറ്റി. മീരയുടെ നോട്ടം തന്നിലെത്തി നിന്നതും വരലക്ഷ്മി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇല്ല. ചിരിക്കണോ വേണ്ടയെന്നോർത്ത് ഒടുവിൽ വരുത്തി തീർത്തൊരു ചിരിയിൽ അവൾ പറഞ്ഞു. അവൾ മറുപടി നൽകുമെന്ന പ്രതീക്ഷയില്ലാതിരുന്ന വരലക്ഷ്മിയുടെ ചുണ്ടിലെ ചിരിക്ക് ഭംഗി കൂടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ആവി പറക്കുന്ന ഇലയിട നല്ലൊരു മണത്തോടെ പ്ലേറ്റിലേക്ക് വീഴുന്നത് അവൾ നോക്കിയിരുന്നു. ചൂട് ഇലയുടെ മണം അവളുടെ നാവിൽ കൊതിപടർത്തി. എങ്കിലും കയ്യിലെടുക്കാൻ ഒരു മടി പോലെ. അവൾ മടിച്ചിരിക്കുന്നത് കണ്ട് അച്ചമ്മ തന്നെ അവൾക്കുള്ളത് എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവൾ അച്ചമ്മയെ നോക്കി. കഴിക്ക്, അച്ചമ്മ സ്നേഹത്തോടെ പറഞ്ഞു. അച്ഛൻ? അവൾ സംശയഭാവത്തിൽ ചോദിച്ചു. അച്ഛന് കൊടുക്കാം, മോള് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയേ. മീനാക്ഷിയമ്മ സ്നേഹത്തോടെ പറഞ്ഞതും അവൾ അതൊന്ന് മണത്ത് നോക്കി. ശേഷം മൂതിയോതി ചെറിയൊരു പീസ് മുറിച്ചെടുത്ത് വായിലേക്ക് വെച്ചു. ഇലയുടെ മധുരം നന്നായി നുണഞ്ഞിറക്കിക്കൊണ്ട് അവൾ തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് മറ്റ് 3 വിരലുകൾ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു. അതോടെ മീനാക്ഷിയമ്മയുടെ മനസ്സ് നിറഞ്ഞു. അവൾ ഇഷ്ടത്തോടെ കഴിക്കുന്നത് കണ്ട് ഒരെണ്ണം കൂടി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു. ലച്ചു, ഇതിലെല്ലാവർക്കും ഉള്ളതുണ്ട്, പിള്ളേർക്കുള്ളത് എടുത്ത് മാറ്റി വെച്ചേക്കണേ. അതും പറഞ്ഞ് മീനാക്ഷിയമ്മ മാഹിക്കുള്ളത് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. ഞാനിത് മാഹിക്ക് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞ് അവർ പതിയെ കിച്ചണിൽ നിന്ന് ഇറങ്ങി. അച്ചമ്മ പോയതും മീര കഴിപ്പ് നിർത്തി മെല്ലെ വരലക്ഷ്മിയെ നോക്കി. തന്നെ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. അവർക്ക് മുന്നിലിരിക്കാൻ എന്തോ ഒരു മടി തോന്നി. അവൾ ആ ഇലയുടെയുമായി മെല്ലെ സ്ലാബിൽ നിന്ന് ചാടിയിറങ്ങി. അച്ചമ്മ പോയ വഴിയെ വിരൽ പറ്റിയ ഇലയുടെ മധുരം നുണഞ്ഞുകൊണ്ട് പോകുന്നവളെ നോക്കി വരലക്ഷ്മി ചിരിച്ചു പോയി. പിറന്നു വീണ കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളും ആസ്വദിക്കുന്ന ഒരു അമ്മയുടെ ഭാവമായിരുന്നു അവർക്ക്. എന്നാൽ അവർ അഭിമുഖീകരിക്കാൻ മടിച്ച് അവരിൽ നിന്നും മാറി നടക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. കയ്യിലിരുന്ന ഇലയുടെയുമായി അവൾ മഹിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ചെന്ന് പെടുത്തോ സ്റ്റെയറിങ് വരുന്ന മധുവിൻ്റെ മുന്നിലും. മധുവുമായി കൂട്ടുമുട്ടാതിരിക്കാൻ ബ്രേക്ക് എടുത്തതുപോലെ അവൾ നിന്നു. ശേഷം പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ലാതെ ഉറ്റുനോക്കി. തന്നെയും അർജുനെയും ചേർത്ത് ഇല്ലാക്കാതെ പറഞ്ഞതുൾപ്പെടെ ചെയ്തു തന്ന എല്ലാ ദ്രോഹങ്ങളും അന്നേരം അവളുടെ മനസ്സിൽ നിറഞ്ഞു. മധുവളെ പുച്ഛിച്ച് നോക്കി. വന്ന് കയറിയില്ല, അതിന് മുന്നേ തുടങ്ങിയോ വെട്ടി വിടുങ്ങല്?
വെറുതെ അവളെ ചൊറിയാൻ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അമ്മേ! പുറത്തുനിന്ന് കയറി വന്ന ധ്രുവൻ ശാസനയോടെ വിളിച്ചു. എന്താടാ? അവന്റെ മുഖത്തുള്ള അനിഷ്ടം വകവെക്കാതെ മധു അവനോട് ചോദിച്ചു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങി ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരുക്കമാണെങ്കിൽ അത് വേണ്ട, ധ്രുവൻ പറഞ്ഞു. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ? വന്ന് കയറിയപ്പോ തന്നെ വീട്ടിലുള്ള മുക്കാലും വയലാക്കി. ആ പ്ലേറ്റ് നോക്കു നീ. ബാക്കിയുള്ളവർ വായും വയറൊക്കെ ഉള്ളവരാണെന്ന് ചിന്തിച്ചാൽ നന്ന്, മധു പരിഹാസത്തോടെ പറഞ്ഞു. ചേ അമ്മേ, ഇങ്ങനെ ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞ് ചീപ്പാവല്ലേ, ധ്രുവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവള് തിന്നുന്നുണ്ടെങ്കിലേ അത് അവളുടെ തന്തയുടെ വകയാ. അതിലാർക്കാ ഇത്ര കുത്തല്? അത്രക്ക് ദണ്ണുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം അതിനുള്ള മറുപടി, മുറിയിൽ നിന്നും മഹി ഉറക്കെ പറഞ്ഞു. മീരക്ക് മധു പറഞ്ഞതൊരു വിഷയമായി തോന്നിയതേയില്ല. തന്നെ പ്രകോപിച്ചൊരു സീനുണ്ടാക്കാനാണ് അവളുടെ ഉദ്ദേശം. അല്ലെങ്കിലും ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് പ്രകോപിതയാകാൻ അവൾ താല്പര്യപ്പെട്ടിരുന്നില്ല. അമ്മേ, ഒന്നിങ്ങ് വന്നേ, വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ധ്രുവൻ ശാന്തമായി പറഞ്ഞു. എല്ലാവർക്കും ഇപ്പൊ ഇവള് മതി. തലയിൽ കരി വെച്ച് നടക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇവളുടെ യഥാർത്ഥ ഗുണം. എന്റെ മോൾക്ക് പറഞ്ഞു വെച്ച ആ അർജുനെ ഓരോന്നൊക്കെ കാണിച്ച് മയക്കി എടുത്തവളാണ്. അങ്ങനെയുള്ള ഒരുത്തിയെ തലയിൽ വെച്ച് നടക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ ദേഷ്യം അത് ഞാൻ ഇവളോട് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. മധു തന്റെ ദേഷ്യം പ്രകടമായി തന്നെ കാണിച്ചു. മധു! മഹിയുടെ അലച്ച അവിടെ മുഴങ്ങി. നിനക്കൊന്ന് ചുമ്മാതിരുന്നൂടെ? എന്തിനാണ് ഈ കുടുംബത്തിലെ സമാധാനം ഇല്ലാണ്ടാക്കണേ? വോക്കി സ്റ്റിക്കിന്റെ സഹായത്തോടെ ചാടിപ്പടിഞ്ഞ് എണീക്കാൻ ശ്രമിക്കുന്ന മകനെ ഒരു വിധത്തിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് മീനാക്ഷിയമ്മ ദേഷിച്ചു. മീരയുടെ കൈകൾ അവിടെ കരണക്കുറ്റി നോക്കിയൊന്ന് കൊടുക്കാൻ കഴിയാതെ തരിക്കുന്നുണ്ട്. അച്ഛന്റെ കൂടപ്പിറപ്പം നറ്റ കാരണം കൊണ്ട് അവൾ ദേഷ്യം നിയന്ത്രിച്ചു. ഇവളിവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കും ഒരു മോനുള്ളതാ. ആ അർജുൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തതല്ലേ? ആ കുറവ് നികത്താൻ ഇനി ഇവിടെ എന്റെ മോന്റെ മേലേക്ക് ചായുന്ന എനിക്കൊരു പേടിയുണ്ട്. അത് മാത്രോ, ദിയയുടെ വിവാഹക്കാരി ഉടനെ വലത് ശരിയായ ദിയക്കും ഇവളൊരു ഭീഷണിയാവും. ആൺപിള്ളാരുടെ വീട്ടില് ഇവളെ നിർത്താൻ കൊള്ളത്തില്ല, മധു ചുണ്ടുകോട്ടി പറഞ്ഞു. മഹിക്ക് ദേഷ്യം സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തൻ്റെ എല്ലാമായ മകളെ കുറിച്ചാണ് മധുവിന്റെ വൃത്തികെട്ട നാവ് ചലിക്കുന്നത്. പ്ലാസ്റ്റർ ചെയ്ത കൈ കൊണ്ട് തന്നെ മഹി അവരുടെ കരണത്ത് ആഞ്ഞടിച്ചു. അടി കൊടുത്ത മഹിയും ആ അടി കൊണ്ട മധുവും ഒരുപോലെ വേച്ചു പോയി. ആ അടി നല്ല കാര്യമായിട്ട് തന്നെ മധുവിന് കിട്ടി. ചെവിയിൽ എന്തൊക്കെയോ മൂളുന്നത് പോലെ. അവർ തലയൊന്ന് കുണഞ്ഞുകൊണ്ട് മഹിക്ക് നേരെ നിന്നു. ചേറ്റത്തരം പറയുന്നോടി നീ! വീണ്ടും മധുവിന് നേരെ കൈയോങ്ങിയ മഹിയുടെ കൈ മീര പിടിച്ചു വെച്ചു. വേണ്ടെന്ന് തലയിളക്കി. അത്രക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ. ആണുങ്ങൾ ഉള്ളിടത്ത് എന്നെ നിർത്താൻ കൊള്ളില്ലെന്ന് എന്റെ വീട്ടിൽ നിന്ന് പറയുന്ന ഈ സമയമുണ്ടെങ്കിൽ ആണുങ്ങളെയും കൂട്ടി എടുക്കേണ്ടതൊക്കെ പെറുക്കിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങി പോകുന്നല്ലേ നല്ലത്. അതല്ലേ അന്തസ്? മീരയുടെ ശാന്തമായ ചോദ്യം മധുവിന് മുഖത്തടിച്ച് ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് തുല്യമായി തോന്നി. എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കിവിടാൻ നീ ആരടി? മധു ഒച്ചയെടുത്തു. ഇവൾ ആരാണെന്ന് നിനക്ക് അറിയില്ലെന്നുണ്ടോ? മഹി ചോദിച്ചു. മധു മീരയെ ചെറഞ്ഞു നോക്കി. ഇങ്ങനെ നിന്ന് കുടുംബത്തിൽ മനസമാധാനക്കേട് ഉണ്ടാകാതെ നീ പോകുന്നതാ നല്ലത്, മഹി കൂടി പറഞ്ഞപ്പോ മധുവിന്റെ നിയന്ത്രണം വിട്ടു. കൊള്ളാം, വന്ന് കയറിയില്ല അപ്പോഴേക്ക് കുടുംബം തല്ലി പിരിച്ചല്ലോടി എരണം കെട്ടവളെ. നീയും നിന്റെ തള്ളയും കാരണം എനിക്കൊന്നും മനസമാധാനക്കേടാണ്, മധു ഉറഞ്ഞു തുള്ളി. അമ്മേ മതി, ധ്രുവൻ അവരെ പിടിച്ച് മാറ്റി നിർത്തി. എന്താടാ അവളെ പറയുമ്പോ നിനക്ക് ഇത്ര പൊള്ളല്? കുറെ ഞാൻ ശ്രദ്ധിക്കുന്നു. വേണ്ടാത്ത പലതും മനസ്സിലുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ, മധുവനെ ഭീഷണിപ്പെടുത്തി. ധ്രുവനൊന്നും മിണ്ടിയില്ല. അവൻ പതിയെ മധുവിന് വിട്ടു. അമ്മേ, ഇനി ഇവളിവിടെ കണ്ടുപോകരുത്. അത്രത്തോളം ഇവളെന്റെ സ്വസ്ഥത കളയുന്നുണ്ട്, മഹി മീരയുടെ സഹായത്തോടെ മുറിയിലേക്ക് കയറി പോകുന്നിടയിൽ മീനാക്ഷി അമ്മയോട് പറഞ്ഞു. അവളോട് തർക്കിക്കാൻ മഹിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള കാലം മകൾക്കൊപ്പം സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരാഗ്രഹം മാത്രമേ മഹിക്കിപ്പോൾ ഉള്ളൂ. അങ്ങനെ എന്നെ ഇറക്കി വിടാമെന്ന് ആരും കരുതണ്ട. എന്നെ ബലമായി ഇവിടുന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചാ എന്റെ ശവാവും ഈ വീടിന് പുറത്തു പോവുക, ഓർത്തോ. മഹി പോയത് കണ്ട് മീനാക്ഷമ്മയെ ഭീഷണിപ്പെടുത്തി മതി ചവിട്ടിത്തുള്ളി തിരികെ സ്റ്റെയർ കയറി. മീനാക്ഷമ്മയാണെങ്കിൽ ധർമ്മസങ്കടത്തിലുമായി. ആ ശ്രീരാഗ്, വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്. എന്തിനാ തനിക്കിപ്പോൾ മീരയുടെ വീഡിയോ? ഫോണിലൂടെയുള്ള രാജന്റെ ചോദ്യം കേട്ട് ശ്രീ ഗൂഢമായി ചിരിച്ചു. ഒരാൾക്ക് കാണിച്ചു കൊടുക്കാനാ സാർ, അവൻ പറഞ്ഞു. ആരാടോ? രാജന് സംശയം. കാണേണ്ട ആൾ തന്നെയാ സാർ, എൻ്റെ അമ്മായിയമ്മ, അവൻ പുച്ഛിച്ചു പറഞ്ഞു. രാജൻ ഞെട്ടി. എന്തു പറ്റി? ഇതുവരെ അവർ മീരയുടെ ഭാഗം കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ, ഇപ്പൊ എന്താ? സംശയം വിട്ടുമാറാതെ അയാൾ തിരക്കി.
ദൈവതുല്യനായ ഭർത്താവിൻ്റെയും നല്ലവളായ മകളുടെയും ചിത്രത്തിനിപ്പോൾ ചെറിയ കോട്ടങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒത്തിരി കാത്തിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ്. ഈ വീഡിയോ അവർ കാണണം. മീര ചങ്ക് പൊട്ടി പറയുന്ന ഓരോന്നും അവർ കേൾക്കണം. ആ കണ്ണുനീര് കണ്ട് കണ്ട് കരയണം. നൊന്തു പ്രസവിച്ച മകളുടെ കണ്ണുനീര് ഇനിയെങ്കിലും അവർ മനസ്സിലാക്കട്ടെ. ശ്രീ പറഞ്ഞു. നീരജ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീരാഗ്. വിശ്വസിക്കണമെങ്കിൽ എത്രയോ മുൻപ് വിശ്വസിച്ചേനെ. പ്രതീക്ഷയില്ലാത്തതുപോലെ രാജ് പറഞ്ഞു. അവർ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ എന്ത് വേണേ ചെയ്തോട്ടെ, പക്ഷേ ഇതവർ കാണണം. മീരയ്ക്ക് വേണ്ടി അവർ ഒത്തിരി സഹിച്ചതല്ലേ. ആ സഹനത്തിനൊക്കെ എന്തെങ്കിലും ഒരു മഹത്വം ഉണ്ടെങ്കിൽ സത്യം അവരുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. ആ ഫോൺ കോൾ അവസാനിക്കുമ്പോൾ മീരയുടെ ഒരു വീഡിയോ നീരജയുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. അത് നീരജ നോക്കും വരെ അവൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. നരേന്ദ്രൻ പിന്നീട് പലവട്ടം വിളിച്ചെങ്കിലും നീരജ കോൾ അറ്റൻഡ് ചെയ്തില്ല. വിശ്വസിച്ചത് അത്രയും നുണകളായിരുന്നു എന്ന ചിന്ത ആ സ്ത്രീയുടെ സമാധാനം കളഞ്ഞു. തിന്നാനോ കുടിക്കാനോ വെച്ചുണ്ടാക്കാനോ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ ഒഴിഞ്ഞ വയറോടെ നീരജ ആ മുറിയിൽ കിടന്നു. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ ടോൺ കേൾക്കുന്നത്. അത് കേട്ടിട്ട് നീരജ ഫോണെടുത്ത് നോക്കിയില്ല. സമയമേറെ കടന്നു പോയതും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് നീരജ ഫോണെടുത്ത് നോക്കി. ശ്രീയായിരുന്നു. അറ്റൻഡ് ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് നീരജ അത് അവഗണിച്ചു. ശ്രീ തുടരെ തുടരെ വിളിച്ചത് നീരജ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. എന്തെങ്കിലും പറയും മുന്നേ അതുമാത്രം പറഞ്ഞ് ശ്രീ ആ കോള് കട്ടാക്കിയിരുന്നു. ആകാംക്ഷയോ ടെൻഷനോ കലർന്ന മുഖത്തോടെ തിടുക്കത്തിൽ അവർ ആ